അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേസിക് കുക്കിംഗ് സീരീസിലെ ആദ്യത്തെ റെസിപ്പിയുമായിട്ടാണ്. ചായ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ചായ ഇടുന്നത്. അപ്പോൾ എങ്ങനെ ഒരു നല്ല ചായ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അളവുകളൊക്കെ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആസിഫ് ആക്കിഫ് ഫൺ വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ചായ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് ചായക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് കാൽ ഗ്ലാസ് വറ്റി വരും. അപ്പോഴാണ് ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ AVT തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് തേയില വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. തേയിലപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾക്കിതിൽ 1 ഏലക്കയോ ഇച്ചിരി ഇഞ്ചിയോ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പാലെടുക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ പാല് 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ പാലെടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അളവ് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിവിടെ 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇത് ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ചായ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അരിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
ഞാനിപ്പോൾ നല്ലതുപോലെ അരിച്ചതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. ദേ നല്ല അടിപൊളി ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ചായയാണേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.